ഇന്ത്യയുടെ പ്രതിരോധ മേഖലയുടെ വികസനം പ്രത്യേകിച്ച് നമ്മളിപ്പോൾ എടുത്തു പറയേണ്ട ആവശ്യമില്ല. നാൾക്കുനാൾ വികസനത്തിന്റെ പാതയിലാണ് ഇന്ത്യ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. എന്നാൽ 2040 ഇന്ത്യൻ നേവി എവിടെ എത്തി നിൽക്കും? ചൈനയുടെയും പാകിസ്ഥാന്റെയും നാവികസേനയെ ചേർത്ത് നിൽക്കാനുള്ള കരുത്ത് ഇന്ത്യൻ നേവിക്ക് ഉണ്ടാകുമോ? ഇതിനുവേണ്ടി ഇന്ത്യ ഇപ്പോൾ ധാരാളം പദ്ധതികളും തയ്യാറാക്കുന്നുണ്ട്. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ സമുദ്ര ആധിപത്യം ഉറപ്പിക്കുന്നതിനായി തങ്ങളുടെ വിമാനവാഹിനി കപ്പൽ വികസിപ്പിക്കുന്നതിലും നവീകരിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇന്ത്യൻ നാവികസേന ഇപ്പോൾ അതിന്റെ ഭാവിയിലേക്കുള്ള ഒരു കോഴ്സ് ചാർട്ട് തയ്യാറാക്കുകയാണ്. അതായത് 2040 ആവുന്നതോടുകൂടി 3-4 വിമാനവാഹിനി കപ്പലുകൾ ഇന്ത്യ പ്രവർത്തിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് രാജ്യത്തിന്റെ വളരുന്ന സാമ്പത്തിക ശക്തിയെയും അതുപോലെ തന്നെ ചൈനയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമുള്ള വർദ്ധിച്ചു വരുന്ന സമുദ്ര വെല്ലുവിളികളുടെ പശ്ചാത്തലത്തിൽ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിനുമുള്ള പ്രതിബദ്ധതയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ഇന്ത്യയുടെ നിലവിലെ നാവിക തന്ത്രം എന്ന് പറയുന്നത് 2040 3 വിമാനവാഹിനി കപ്പലുകൾ പ്രവർത്തിപ്പിക്കുക എന്നതാണ്. INS വിക്രമാദിത്യയും INS വിക്രാന്തും ഇതിനകം തന്നെ പ്രവർത്തനക്ഷമവുമാണ്. മൂന്നാമത്തേതാണ് INS വിശാൽ. ഇതിപ്പോൾ വികസനത്തിലുമാണ്. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ വളരുകയും പ്രതിരോധ ബജറ്റ് വികസിക്കുകയും ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ഈ 3 എന്നുള്ള കണക്ക് ഒരുപക്ഷെ നാവികസേന 4 ആക്കി മാറ്റാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ ഈ കപ്പലുകൾക്ക് വേണ്ട വിമാനങ്ങളും ആവശ്യമാണ്. 2040 26 റാഫേലും യുദ്ധവിമാനങ്ങളും 145 TED-BF അതായത് ട്വിൻ എഞ്ചിൻ ഡെക്ക് ബേസ്ഡ് ഫൈറ്ററുകളും പ്രവർത്തിപ്പിക്കാനാണ് നാവികസേന ഇപ്പോൾ പദ്ധതിയിടുന്നത്. AESA റഡാർ, ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങൾ, ദീർഘദൂര ആയുധങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള നൂതന സാങ്കേതിക വിദ്യകളുള്ള റാഫേലും അതിശക്തമായ വ്യോമ പ്രതിരോധ ശേഷിയും പ്രഹരശേഷിയും പ്രദാനം ചെയ്യും. അതുപോലെ തന്നെ ഇന്ത്യയുടെ കാരിയർ പ്രവർത്തനങ്ങൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത 5ാം തലമുറ യുദ്ധവിമാനമായ TED-BF, അഡ്വാൻസ്ഡ് സ്റ്റെൽത്ത്, AI അസിസ്റ്റഡ് കഴിവുകൾ എന്നിവ ഇതിലുണ്ടാവും. ഇതിന്റെ അറ്റകുറ്റപ്പണികൾ വളരെയധികം കുറഞ്ഞതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിന്റെ ചിലവും കുറയും. അതുകൊണ്ട് തന്നെ ഈ TED-BF ഇന്ത്യൻ നാവികസേനയുടെ ഒരു മൂല്യവത്തായ ആസ്തിയായി മാറും. 2040 ആകുമ്പോഴേക്കും ഈ വിമാനങ്ങൾ മൊത്തം 171 ആകും. അതായത് 26 റാഫേലും യുദ്ധവിമാനങ്ങളും 145 TED-BF-ഉം. നിലവിൽ 450ഓളം യുദ്ധവിമാനങ്ങൾ പ്രവർത്തിക്കുന്ന വ്യോമസേനയുമായുള്ള പ്രത്യേകിച്ച് പാകിസ്ഥാനുമായി സാധ്യമായ സംഘർഷങ്ങളിൽ ഇതൊരു നിർണായകമായ മുൻതൂക്കം ഇന്ത്യക്ക് നൽകും. കൂടാതെ ഇന്ത്യയുടെ നാവിക വ്യോമശക്തി ഇന്ത്യൻ വ്യോമസേനയുടെ ശക്തി ഗുണിതമായി പ്രവർത്തിക്കുകയും ചെയ്യും. സംഘട്ടന സമയങ്ങളിൽ കാരിയർ അധിഷ്ഠിത വിമാനങ്ങൾ IAF-ഉമായി ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്യും. അധിക കവറേജ്, ഫയർ പവർ, തന്ത്രപരമായ എത്തിച്ചേരൽ എന്നിവ ഇവ നൽകും. ഈ സമന്വയം ഇന്ത്യയുടെ മൊത്തത്തിലുള്ള വ്യോമ പോരാട്ട ശേഷി വർദ്ധിപ്പിക്കുകയും എതിരാളികൾക്കെതിരെ ശക്തമായ പ്രതിരോധം സൃഷ്ടിക്കാൻ ഇന്ത്യക്ക് സാധിക്കുകയും ചെയ്യും. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന നാവിക സാന്നിധ്യത്തിനെതിരായ ഇന്ത്യയുടെ വികസിക്കുന്ന ഈ കപ്പൽപ്പട ഒരു പ്രതിവിധിയായി തന്നെ പ്രവർത്തിക്കും. ചൈനയാവട്ടെ ചൈനയുടെ കാരിയർ കപ്പൽ അതിവേഗമാണ് വിപുലീകരിക്കുന്നത്. അതുപോലെ തന്നെ ചൈനയുടെ വ്യാപാര പാതകളും വിതരണ ശൃംഖലകളും സുരക്ഷിതമാക്കുന്നതിന് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ സ്ഥിരമായ സാന്നിധ്യവും ഇവർ ലക്ഷ്യമിടുന്നു. ഇന്ത്യ സ്വന്തം കാരിയർ ഫ്ലീറ്റ് വികസിപ്പിക്കുന്നതോടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മത്സരം ശക്തമാകാനാണ് സാധ്യത. ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പലുകൾ അവരുടെ അത്യാധുനിക യുദ്ധ വിമാനങ്ങൾ രാജ്യത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുക മാത്രമല്ല ചൈനയുടെ അഭിലാഷങ്ങളെ പ്രതിരോധിക്കാനും മേഖലയിൽ ഇന്ത്യയുടെ ആധിപത്യം ഉറപ്പിക്കാനും സഹായിക്കും. അങ്ങനെ ഇന്ത്യ ഇപ്പോൾ വിമാനവാഹിനി കപ്പൽ വിപുലീകരിക്കാനും നാവിക വ്യോമശക്തി വർദ്ധിപ്പിക്കാനുമുള്ള ഇന്ത്യയുടെ ഈ അഭിലാഷ പദ്ധതി ഒരു പ്രധാന സമുദ്ര ശക്തിയാകാനുള്ള പ്രതിബദ്ധതയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ഈ സംരംഭം ഇന്ത്യയുടെ പ്രതിരോധ ശേഷിയെ ഗണ്യമായി വർദ്ധിപ്പിക്കുകയും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന നാവിക സാന്നിധ്യത്തെ പ്രതിരോധിക്കുകയും അതിന്റെ തന്ത്രപരമായ താല്പര്യങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കുകയും ചെയ്യും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് തരിക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.